ഒരു കുഞ്ഞ് വേണമെന്നുള്ള തീരുമാനം എടുക്കേണ്ടത് അയൽവക്കത്തെ ചേച്ചി ചോദിച്ചു തുടങ്ങുമ്പോഴോ, കുട്ടികളായില്ലേ എന്ന് ചോദിച്ചു തുടങ്ങുമ്പോഴോ, അല്ലെങ്കിൽ നാട്ടുകാർ ചോദിച്ചു തുടങ്ങുമ്പോഴോ, വീട്ടുകാർ പറയുമ്പോഴോ ഒന്നുമല്ല. ഉത്തരവാദിത്തമില്ലാത്തൊരു വ്യക്തിക്ക് ഒരു കുട്ടിയല്ല, ഒരു 10 കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു ഉത്തരവാദിത്വം വരാൻ പോകുന്നില്ല. വെറുതെ നമ്മൾ ആ കുഞ്ഞിന് കൂടി ഈ ലോകത്ത് ജന്മം നൽകിയിട്ട് കൊണ്ടുവന്നിട്ട് ആ കുഞ്ഞിൻ്റെയും കൂടി ജീവിതം തുലയ്ക്കാവുന്നേ ഉള്ളൂ. അല്ലാണ്ട് അതുകൊണ്ട് ഒരു ഉപകാരം ഉണ്ടാവുന്നില്ല കേട്ടോ. സ്വന്തമായിട്ട് ഒരു ഹയർ എഡ്യൂക്കേഷൻ ഒന്നും ചെയ്യാണ്ട്, സ്വന്തമായിട്ടൊരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് പോലും ഇല്ല, ഒരു ജോലി പോലും ഇല്ലാത്തൊരു സമയത്ത് നമ്മൾ വിവാഹം കഴിച്ചിട്ട് നമ്മളൊരു വീട്ടിലോട്ട് ചെല്ലുമ്പോഴുണ്ടല്ലോ, നമുക്കറിയാൻ പറ്റില്ല നമ്മൾ അവിടെ ഏത് രീതിയിലുള്ള സാഹചര്യങ്ങളാണ് നമ്മൾ നേരിടേണ്ടി വരുന്നത് എന്നുള്ളത്. ഇൻ കേസ് അത് വർക്കായില്ലെങ്കിൽ പോലും നമ്മൾ അവിടെ നിന്ന് പുറത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ അറ്റ്ലീസ്റ്റ് ഒരു ജോലിയെങ്കിലും വേണ്ടേ? അല്ലെങ്കിൽ ഒരു ജോലി തേടി പോകണമെങ്കിൽ കയ്യിൽ ആ സമയത്ത് ഒരു സർട്ടിഫിക്കറ്റ് എങ്കിലും നമ്മുടെ കയ്യിൽ വേണ്ടേ? എന്തെങ്കിലും ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് വേണ്ടേ? വെറുതെ ഒന്നും ഇതുപോലെ 18 19 വയസ്സിൽ ആരെങ്കിലും ഒക്കെ പറയുന്നത് കേട്ടിട്ടൊന്നും എടുത്തു ചാടാനായിട്ട് നിൽക്കരുത്. നോ പറയേണ്ടടുത്ത് പലപ്പോഴും നമുക്ക് നോ പറയാനായിട്ട് പറ്റാറില്ല. ശരിക്കും നമ്മൾ ഇമോഷണലി ആണ് നമ്മൾ അവിടെ കൺട്രോൾ ചെയ്യപ്പെടുന്നത്. ഒരാളുടെയും ഒരു പരിധിയിൽ കൂടുതൽ നമുക്കൊരു റിലേഷൻ ടോക്സിക് ആണെന്ന് തോന്നുമ്പോഴത്തേക്കും നമ്മൾ ആ ഒരു ഇമോഷണൽ കൺട്രോളിൽ വരാണ്ടിരിക്കുക. അങ്ങനെ നമ്മൾ ഇമോഷണൽ കൺട്രോൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ അത് ശരിക്കും അതൊരു റെഡ് ഫ്ലാഗ് ആണ്. നമ്മൾ അവിടെ നിന്ന് ഓടുക. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയാം ഞാൻ ഈ പറയുന്നത് പോലെയൊന്നും ഇത് ഒട്ടും ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. പ്രത്യേകിച്ച് നമുക്കൊരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ ഒരു കുട്ടിയൊക്കെ ആകുമ്പോഴത്തേക്കും പിന്നെ നമ്മുടെ കുഞ്ഞിന് വേണ്ടിയിട്ടല്ലേ, നമ്മുടെ കുഞ്ഞിൻ്റെ കാര്യം നോക്കണ്ടേ എന്നുള്ളൊരു ചിന്താഗതിയാവും നമുക്ക്. ശരിക്കും ഉണ്ടല്ലോ, നമ്മൾ ഒരു വിവാഹം കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ പരസ്പരം കോമ്പാറ്റബിൾ ആണ്, അല്ലെങ്കിൽ നമുക്ക് ഒരു വിവാഹത്തിൽ നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല, നമ്മൾ ഫിസിക്കലി നമ്മൾ അതിന് ഓക്കെയാണ്, മെൻ്റലി നമ്മൾ ഓക്കെയാണ്, ഫിനാൻഷ്യലി നമ്മളൊരു പാരൻ്റ് ആവാൻ നമ്മൾ റെഡിയാണ് എന്ന് തോന്നുമ്പോൾ മാത്രം ഒരു കുട്ടിയെക്കുറിച്ച് ആലോചിക്കുന്നതാണ് കേട്ടോ എപ്പോഴും നല്ലത്. നമ്മളൊരു കുഞ്ഞിൻ്റെ ഡിസിഷൻ, ഒരു കുഞ്ഞ് വേണമെന്നുള്ള തീരുമാനം എടുക്കേണ്ടത് അയൽവക്കത്തെ ചേച്ചി ചോദിച്ചു തുടങ്ങുമ്പോഴോ, കുട്ടികളായില്ലേ എന്ന് ചോദിച്ചു തുടങ്ങുമ്പോഴോ, അല്ലെങ്കിൽ നാട്ടുകാർ ചോദിച്ചു തുടങ്ങുമ്പോഴോ, വീട്ടുകാർ പറയുമ്പോഴോ ഒന്നുമല്ല. നമ്മളൊരു കുഞ്ഞിനെക്കുറിച്ച് ആലോചിക്കേണ്ടത് നമ്മളതിന് റെഡിയാവുമ്പോഴാണ്. നമുക്ക് 100% നമുക്ക് ഷ്യൂരിറ്റി ഉണ്ടാവണം. ഓക്കെ, നമ്മളും നമ്മുടെ പാർട്ട്ണറും, അത് ആണായിക്കോട്ടെ, ഭാര്യ ആയിക്കോട്ടെ, ഭർത്താവ് ആയിക്കോട്ടെ, നമ്മളും നമ്മുടെ പാർട്ട്ണറും ഈക്വലി റെസ്പോൺസിബിലിറ്റി എടുത്ത് ആ കുഞ്ഞിനെ വളർത്താനായിട്ട് റെഡിയാണെന്ന് തോന്നുമ്പോൾ മാത്രം നമ്മളൊരു കുഞ്ഞിനെ കുറിച്ചിട്ട് ആലോചിക്കുക. നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുടെ ഒന്നും സൊല്യൂഷൻ അല്ല കേട്ടോ മക്കള്. ചില ആളുകൾ പറയും, അയ്യോ ഒരു കുഞ്ഞൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും പ്രശ്നങ്ങളൊക്കെ മാറും, ഒരു കുട്ടിയായി കഴിയുമ്പോഴത്തേക്കും അവൻ കുറച്ചുകൂടി നേരെയാവും, അവന് കുറച്ചുകൂടി ഉത്തരവാദിത്തം വരും. ഉത്തരവാദിത്തം ഇല്ലാത്തൊരു വ്യക്തിക്ക് ഒരു കുട്ടിയല്ല, ഒരു 10 കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു ഉത്തരവാദിത്തവും വരാൻ പോകുന്നില്ല. വെറുതെ നമ്മൾ ആ കുഞ്ഞിന് കൂടി ഈ ലോകത്ത് ജന്മം നൽകിയിട്ട് കൊണ്ടുവന്നിട്ട് ആ കുഞ്ഞിൻ്റെയും കൂടി ജീവിതം തുലയ്ക്കാവുന്നേ ഉള്ളൂ. അല്ലാണ്ട് അതുകൊണ്ട് ഒരു ഉപകാരം ഉണ്ടാവുന്നില്ല കേട്ടോ. ഇപ്പൊ പോലെയുള്ള ഈ കേസുകളൊക്കെ കാണുമ്പോഴത്തേക്കും, ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം റിമ എന്ന് പറയുന്ന ഒരു കുട്ടി പുഴയിൽ ചാടി അതിന്റെ കുഞ്ഞിനെയും കൊണ്ടിട്ട്. ശരിക്കും ഇത്രയും ടോക്സിക് റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന സ്ത്രീകൾക്ക് പിന്നെ അവസാനം ഞാനും കൂടി ഇല്ലെങ്കിൽ പിന്നെ എൻ്റെ കുഞ്ഞ് എന്ത് ചെയ്യും, അല്ലെങ്കിൽ എന്നെ ഉപദ്രവിക്കുക, എന്നെ നോക്കാത്തൊരു മനുഷ്യൻ എങ്ങനെ എൻ്റെ കുഞ്ഞിനെ നോക്കുന്നേ എന്നൊരു ചിന്തയാവും. അപ്പോൾ പിന്നെ അവസാനം അവരുടെ ജീവിതവും കൂടി അവർ കൊണ്ടുപോകുന്ന ഒരു സ്ഥിതിയിലോട്ട് വരും. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? ശരിക്കും നല്ല ഒരു പാരൻ്റ് ആവുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. നമ്മളുടെ ജീവിതത്തിൽ നിസ്സാരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത് പോലെ ഈസി ആയിട്ട് എടുക്കേണ്ട ഒരു ഡിസിഷൻ അല്ല പാരൻറ്റിങ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു ബേബി പ്ലാനിങ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ 100% നമ്മൾ ഷുവർ ആയിരിക്കണം. ഫസ്റ്റ് നമ്മൾ ഈ റിലേഷൻഷിപ്പിൽ ഓക്കെയാണ്, നമ്മുടെ പാർട്ട്ണർ ഓക്കെയാണ്, നമ്മൾ എല്ലാ കാര്യം ഫിനാൻഷ്യലി ആയാലും മെൻ്റലി ആയാലും ഇമോഷണലി ആയാലും ഒക്കെ നമ്മൾ അതിന് ക്യാപ്പബിൾ ആണെന്ന് നമുക്ക് തോന്നുമ്പോഴായിരിക്കണം നമ്മൾ പാരൻറ്റിങ്ങിനെ കുറിച്ചിട്ട് ആലോചിക്കേണ്ടത്. ഇല്ലെങ്കിൽ നമ്മൾ ഗോ ത്രൂ ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷൻ കുറച്ചും കൂടി വേഴ്സ് ആവുകയുള്ളൂ. അതായത് എന്ത് ചെയ്യണം, ഇനി ഞാനാണോ ഇവിടെ തെറ്റ്, അല്ലെങ്കിൽ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാത്തത് കൊണ്ടാണോ, ഞാൻ മര്യാദക്ക് നിൽക്കാത്തത് കൊണ്ടാണോ ഈ ഒരു റിലേഷൻ മുന്നോട്ട് പോകാത്തതെന്ന് തോന്നി ഏത് എക്സ്റ്റെൻഡ് വരെയും അവസാനം ഈ റിലേഷൻ എങ്ങനെയെങ്കിലും കൊണ്ടുപോയേ പറ്റൂ എന്നുള്ള ഒരു സ്ഥിതിയിലോട്ട് നമ്മൾ പ്രഷറൈസ്ഡ് ആകും. ഒരു കുട്ടിയും കൂടി ഉണ്ടെങ്കിൽ ഒന്നും കൂടി പ്രഷർ കൂടും. പലരും പറയുന്ന ഒരു കാര്യം, എൻ്റെ കുഞ്ഞിന് അച്ഛനില്ലാതെ വളർത്താൻ പറ്റില്ല, എൻ്റെ കുഞ്ഞിനൊരു അച്ഛൻ വേണം. നോക്കൂ, സ്വന്തം കുഞ്ഞിൻ്റെ മുന്നിൽ വെച്ചിട്ട് അമ്മേനെ തല്ലി ചതയ്ക്കുന്ന, വായെടുത്താൽ തെറി മാത്രം പറയുന്ന, സ്വന്തം കുഞ്ഞിനോടൊരു സ്നേഹവും ഇല്ലാത്ത, കുഞ്ഞിനെ ബെൽറ്റിനടിക്കുന്ന, കുഞ്ഞിനെ എടുത്തിട്ട് വലിച്ച് താഴ്ത്തിടുന്ന, കുഞ്ഞ് ഭക്ഷണം കഴിച്ചോ എന്ന് പോലും ചോദിക്കാത്ത, കുഞ്ഞിന് എന്തെങ്കിലും അസുഖം വരുവാണെങ്കിൽ ഹോസ്പിറ്റലിൽ പോലും കൊണ്ടുപോകാനായിട്ട് കൂടെ വരാത്ത ഒരു ഭർത്താവിനെ എന്തിനാണ്? അങ്ങനെ ഒരു അച്ഛനെ എന്തിനാണ്? നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത്? ആ കുഞ്ഞ് വലുതായി കഴിയുമ്പോൾ ആ കുഞ്ഞിൻ്റെ മനസ്സിൽ മുഴുവൻ അച്ഛൻ എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു ഓർമ്മകൾ മാത്രമായിരിക്കും.
അതിനേക്കാൾ എത്രയോ നല്ലതാണ് സിംഗിൾ പാരന്റ് ആയിട്ട് നല്ല സ്നേഹത്തോടെ, അമ്മയുടെ സ്നേഹത്തോടെ, മറ്റുള്ളവരുടെ സ്നേഹം അറിഞ്ഞിട്ട് ആ കുഞ്ഞിനെ വളർത്തുന്നത്. ആ കുഞ്ഞിന് ഒന്നുമില്ലെങ്കിൽ ജീവിതത്തിൽ ഒരു ധൈര്യം ഉണ്ടാകും. സ്വന്തം അമ്മ ഒരു ധൈര്യമുള്ള വ്യക്തിയാണെന്നുള്ളൊരു വിചാരമെങ്കിലും ആ കുഞ്ഞിനുണ്ടാകും. ഇത്രയും ബുദ്ധിമുട്ടുകളൊക്കെ തരണം ചെയ്ത് ഒറ്റയ്ക്ക് നിന്ന് എന്നെ വളർത്തിയ ഒരാളാണ് എൻ്റെ അമ്മ എന്നുള്ള ഒരു സ്നേഹവും ഒരു കരുതലും ആ ഒരു അഭിമാനവും ആ കുഞ്ഞിനുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് സിംഗിൾ പാരന്റിങ് അത്ര മോശമൊന്നും അല്ല. നിങ്ങൾ എനിക്ക് പറയാനുള്ളത്, ഇത് കേൾക്കുന്ന ആരെങ്കിലും ഇതുപോലൊരു സിറ്റുവേഷനിൽ കൂടി പോകുന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് പുറത്തു വരാൻ നോക്കുക. മറ്റുള്ളവരുടെ ഹെൽപ്പ് സീക്ക് ചെയ്യുക. ഇനി മറ്റുള്ളവർ സഹായിക്കാനില്ലേ, സ്വയം സഹായിക്കുക, പുറത്തേക്ക് വരിക. ഇനി സ്വന്തമായിട്ടൊരു ജോലി ഇല്ലാത്തതാണോ പ്രശ്നം, ഒരു ജോലി കണ്ടുപിടിക്കുക, എങ്ങനെയെങ്കിലും പുറത്ത്. അതൊന്നും നിങ്ങളുടെ ജീവിതം നശിപ്പിക്കാനോ ജീവൻ എടുക്കാനോ ഉള്ള റീസൺസ് അല്ല.